ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് അനർഹമായി സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വാർത്തകൾ ഈ അടുത്ത കാലത്താണ് പുറത്തു വന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ ഉൾപ്പെടെയുള്ള പുതിയ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരികയാണ്. അനർഹരായവരെ പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്താക്കുന്നതിനുള്ള കർശന പരിശോധന സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് തലത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സ്പെഷ്യൽ സ്ക്വാഡുകളുമൊക്കെ വീടുകളിലേക്ക് എത്തിച്ചേർന്ന് ഭൗതിക നിലവാരം പരിശോധിച്ച് അനർഹരെ കണ്ടെത്തുന്ന നടപടിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ വാങ്ങിയത് കണ്ടെത്തി സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടിയും അനർഹമായി വാങ്ങിയ പെൻഷൻ തുക 18% പലിശ നിരക്കോടുകൂടി ഈടാക്കുവാനുള്ള നടപടിയും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. പഞ്ചായത്ത് തലത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, സ്പെഷ്യൽ സ്ക്വാഡുകൾ എന്നിവരൊക്കെ വീടുകളിലേക്ക് എത്തിച്ചേർന്ന് ഭൗതിക നിലവാരമൊക്കെ പരിശോധിക്കുന്ന നടപടിയാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അതോടൊപ്പം സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ വാങ്ങിയത് കണ്ടെത്തി സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടിയും അതോടൊപ്പം അനർഹമായി വാങ്ങിയ പെൻഷൻ തുക 18% പലിശ നിരക്കോടുകൂടി ഈടാക്കുവാനുള്ള നടപടിയും സർക്കാർ സ്വീകരിച്ചു. 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ, 2 ഏക്കറിൽ കൂടുതൽ ഭൂമി, പ്രതിവർഷം 1 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനം, വീട്ടിൽ സ്വകാര്യ ആവശ്യത്തിനായി 4 ചക്ര വാഹനം, വീട്ടിൽ ഏതെങ്കിലും ഒരു മുറിയിലെങ്കിലും AC, ഇങ്ങനെയൊക്കെയുള്ളവർ പെൻഷൻ വാങ്ങുവാൻ അനർഹരാണ്. ഈ കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ പരിശോധന വിധേയമാക്കുന്നത്. ഈ മാനദണ്ഡങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പരിശോധനകളൊക്കെ നടത്തി ഇവർ പെൻഷൻ വാങ്ങാൻ അനർഹരാണെന്ന് കണ്ടെത്തിയാൽ അവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. മാത്രമല്ല, വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. അതോടൊപ്പം അർഹതാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ പിന്നീട് സാമ്പത്തിക ശേഷി അവർക്ക് വർദ്ധിച്ചാൽ, അതായത് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടോ കാറോ വീട്ടിൽ AC ഒക്കെ ഉണ്ടെങ്കിൽ അവർ പെൻഷൻ വാങ്ങാൻ അനർഹരാകും. അതിനാൽ ഇത്തരക്കാർക്ക് ഇളവുകളോടെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താകുവാൻ സാധിക്കും. അതിനുള്ള അവസരമാണ് സർക്കാർ ഇപ്പോൾ നൽകുന്നത്. ഇത്തരക്കാർ അവരുടെ പഞ്ചായത്തുകളിൽ നേരിട്ടെത്തി ഈ പെൻഷൻ പദ്ധതിയിൽ തുടരുവാൻ താല്പര്യമില്ലെന്ന് പഞ്ചായത്തിനെ അറിയിക്കണം. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇളവുകളോടെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താകാം. എന്നാൽ അനർഹരായിട്ടും പദ്ധതിയിൽ തുടർന്നാൽ അത് ഉദ്യോഗസ്ഥർ പരിശോധനയിലൂടെ പിടിച്ചാൽ നിങ്ങൾ വാങ്ങിയ തുക 18% പലിശയടക്കം തിരിച്ചടയ്ക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. അതിനാൽ പെൻഷൻ വാങ്ങുവാൻ അനർഹരായവർ അതാത് പഞ്ചായത്തുകളിലെത്തി ഇളവുകളോടെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താകുവാൻ ശ്രദ്ധിക്കുക. വിവിധ പഞ്ചായത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളും എത്തിക്കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.